വയനാടിന് വേണ്ടി കോൺഗ്രസ് ആഹ്വാനം ചെയ്തതുപോലെ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്തതുപോലെ ഫണ്ട് കളക്ട് ചെയ്യാൻ CPM-ഉം ആഹ്വാനം ചെയ്തത്. CPIM എന്ന് പറയുന്നത് ഒരു അഖിലേന്ത്യാ സംഘടനയാണ്. ആ അഖിലേന്ത്യാ സംഘടനയായ CPM എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേപോലെ ഫണ്ടിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവര് പിരിച്ച പണം CMDRF-ലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഈയിടെ പറയുണ്ടായി. ആ കൊടുത്ത തുക 92,99,000 രൂപയാണ്. DYFI പിരിച്ചത് 20,44,00,000. അതിനേക്കാൾ വലിയ പ്രസ്ഥാനമാണ്, അഖിലേന്ത്യാ പ്രസ്ഥാനമാണ് CPM. ആ CPM-ന് ഈ വയനാട് ഫണ്ടിലേക്ക് പിരിക്കാൻ സാധിച്ചത് 92 എന്ന് വെച്ചാൽ 93 എന്ന് വേണമെങ്കിൽ പറയാം. 93 ലക്ഷം രൂപ മാത്രമാണ്. 1 കോടി രൂപ പോലും പിരിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് CPIM പണം പിരിച്ചത്? ആ ഏത് അക്കൗണ്ടിൽ നിന്നാണ് CMDRF-ലേക്ക് പണം പോയത്? തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇനിയും CPIM-ന്റെ ആളുകൾ മറുപടി പറയണം. കോൺഗ്രസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ DYFI-യുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉണ്ടായി. എവിടെ? CMDRF-ലേക്ക് 20 കോടി രൂപ കൊടുക്കുന്നതിന്റെ ചിത്രം DYFI പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതിന്റെ ചിത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരു ചെക്ക് കൈമാറുന്നതിന്റെ ചിത്രം. അത് CMDRF 20 കോടി എന്നാണ് ഉണ്ടായത്. CMDRF-ൽ ആളുകൾ സംഭാവന ചെയ്ത ആളുകളുടെ പട്ടിക വന്നപ്പോൾ DYFI CMDRF-ലേക്ക് പണം കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാക്കിയില്ല. അപ്പൊ പിന്നെ എവിടെ കൊടുത്തു, ആർക്ക് കൊടുത്തു എന്നൊരു ചോദ്യം വീണ്ടും ഉയർന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ DYFI-ക്ക് നിരന്തരം ചോദിച്ചപ്പോൾ DYFI ചില കണക്കുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ DYFI പ്രസിദ്ധീകരിച്ച കണക്ക് നോക്കുമ്പോൾ അവിടെ 20 കോടി രൂപ കൊടുത്തു. അത് ആർക്ക് കൊടുത്തു? ടൗൺഷിപ്പിന്റെ പേരിൽ കൊടുത്തു. അങ്കമാലിയിലെ ടൗൺഷിപ്പിന്റെ പേരിൽ അങ്കമാലിയിലെ കാനറ ബാങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അക്കൗണ്ടിലേക്ക് കൊടുത്തു എന്നാണ്. അത് എന്ന് കൊടുത്തു? അതിന്റെ രേഖ, അതിന്റെ റെസിപ്റ്റ് എന്ന നിലയിൽ DYFI സംസ്ഥാന കമ്മിറ്റി അവരുടെ ഫേസ്ബുക്കിലും മറ്റുമായി കൊടുത്തിട്ടുള്ള റെസിപ്റ്റ് നോക്കുമ്പോൾ വളരെ രസകരമായ, വളരെ വിചിത്രമായ ഒരു റെസിപ്റ്റുകളാണ്. ആ റെസിപ്റ്റിൽ പറയുന്നത് ഒരു ഘട്ടത്തിൽ 5 കോടി രൂപ 5 ചെക്കുകളിലായിട്ട് കൊടുത്തു. അത് ഈ അക്കൗണ്ടിലേക്കാണ് കേട്ടോ. ഈ അക്കൗണ്ടും CMDRF വേറെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CMDRF-ൽ തന്നെ 713 കോടി രൂപ കിടക്കുന്നുണ്ട്. അതിൽ വളരെ 10% പോലും ഇനിയും ചെലവഴിച്ച് കഴിഞ്ഞിട്ടില്ല. അതേ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇതിന് പുറമെയാണ് DYFI-യുടേതടക്കമുള്ള കോടികൾ ഈ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ DYFI-യുടെ കണക്കുകൾ കൊടുത്തു നോക്കുമ്പോൾ ഒരു ദിവസം 5 ചെക്കുകൾ കൊടുത്തിരിക്കുന്നു. ആ ചെക്കുകളുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഡോണർ എന്ന് DYFI കേരള എന്ന് എഴുതിയിട്ടുണ്ട്. ഡോണർ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വാക്കിന്റെ സ്പെല്ലിംഗ് DONAR എന്നാണ്. ഇത് ഒരു കാംബ്രിഡ്ജ് സർവകഥയിലും ഈ സ്പെല്ലിംഗ് ഇത്തരം വലിയൊരു സ്പെല്ലിംഗ് കണ്ടില്ല. DONAR. അതെ, വേറെ ഇംഗ്ലീഷ് വിവരമില്ലാത്ത ആരോ DYFI-ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള റെസിപ്റ്റ് പോലെ തോന്നുന്നു. ഈ റെസിപ്റ്റിൽ കൊടുത്തിട്ടുള്ള ചില ഫയൽ നമ്പറുകൾ 2025-ൽ കൊടുത്തു എന്ന് പറയുന്ന പണത്തിന് കൊടുത്തിരിക്കുന്ന റെസിപ്റ്റിൽ വന്നിരിക്കുന്ന ഫയൽ നമ്പറിൽ 2026 എന്നാണ് കാണുന്നത്. 5 കോടി അവസാനത്തെ 15 കോടി കൊടുത്തതായിട്ട് പറയുന്നത് 2026 ജനുവരിയിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇവർ ഹാജരാക്കിയ രേഖ അനുസരിച്ച് തന്നെ DYFI 20,44,00,000 പിരിച്ചിട്ട് അതിലെ 20,44,00,000-ൽ 15,44,00,000 രൂപയെങ്കിലും ഒരു വർഷത്തിലേറെ DYFI-യുടെ അക്കൗണ്ടിൽ കിടന്നു എന്നാണ്. അതെന്തിനാണ് ഒരു വർഷം വരെ ഇവർ വെയിറ്റ് ചെയ്തത്? ആർക്കു വേണ്ടിയാണ് കാത്തുവെച്ചത്? ഈ പണം എവിടേക്കാണ് പോയത്? ആ പണത്തിന്റെ പലിശ എത്ര കിട്ടി? ആ കിട്ടിയ പലിശ എങ്ങോട്ടാണ് പോയത്? അപ്പൊ നമ്മൾ പറയുന്നത് ഈ ശവം തൂക്കുക എന്ന് പറയുന്ന
ആര് ശവത്തിൽ നിന്ന് പോലും പണം പറിച്ചെടുക്കുന്ന ആൾക്കാർ എന്ന പ്രയോഗം നമ്മൾ സത്യത്തിൽ ഉപയോഗിക്കേണ്ടത് ഡിവൈഎഫ്ഐക്കാർക്ക് നേരെയാണോ CPIM-ന് നേരെയാണോ എന്ന സംശയം ഉണ്ടാവും, ഒരു ചോദ്യം ഉയർന്നതാണ്. ഏതായാലും ഒരു 20 കോടിയിൽ 15 കോടി 44 ലക്ഷത്തിന്റെ കൊടുത്ത റെസീപ്റ്റ് ശരിയാണെങ്കിൽ റെസീപ്റ്റൊക്കെ ശരിക്കും പരിശോധിക്കേണ്ടതാണ്. ഇതൊരു കേസെടുത്ത് അന്വേഷിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ്. ഇത്തരം ചോദ്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ CPIM-ന് നേരെയും ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.